നൈസ് ദങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ. ഭാരതത്തിലെയും ഏഷ്യയിലെയും ആദ്യ നോവൽ സമ്മാന ജേതാവും നമ്മുടെ ദേശീയ ഗാനരചയിതാവുമായ കവി. ഭാരതത്തിലെയും ഏഷ്യയിലെയും ആദ്യ നോബൽ സമ്മാന ജേതാവും നമ്മുടെ ദേശീയ ഗാനരചയിതാവുമായ കവി. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. നമുക്കറിയാം, നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലേ? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാന രചയിതാവാണ് ടാഗോർ. ഒന്ന് ഇന്ത്യ, മറ്റേ രാജ്യം ഏത്? രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാന രചയിതാവാണ് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ഒന്ന് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നതും ടാഗോറാണ്. അത് ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ബംഗ്ലാദേശ്. ഏതാണ്? ബംഗ്ലാദേശ്. നമ്മുടേത് ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനമാണെങ്കിൽ ബംഗ്ലാദേശിൻ്റേത് അമർ സോന ബംഗ്ല എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമാണ്. ഓക്കെ, അമർ സോന ബംഗ്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ആരംഭിക്കുന്നത്. അമർ സോന ബംഗ്ല എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമാണ് അദ്ദേഹം ടാഗോർ ബംഗ്ലാദേശിനായി രചിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പൂ നിത്യവും. ഈ വരികൾ ആരുടെ? എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണം സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പൂ നിത്യവും. ഈ വരികൾ ആരുടെ? ഏത് കൃതിയിലേതാണ്? ഈ വരികൾ ആരുടേതാണ്? ഏത് കൃതിയിലേതാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് ഇവ. രവീന്ദ്രനാഥ ടാഗോറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിയിലെ വരികളാണ്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പൂ നിത്യം. ഇനി ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഗീതാഞ്ജലി. ഓക്കെ അല്ലേ? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യത്തെ നൊബേൽ സമ്മാന ജേതാവ് ആരായിരുന്നു എന്നാണ് അല്ലേ? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് ആദ്യ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ. രവീന്ദ്രനാഥ ടാഗോർ എഴുത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച തൂലികാ നാമം. രവീന്ദ്രനാഥ ടാഗോർ എഴുത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച തൂലികാ നാമം ഭാനുസിംഹ. ഭാനുസിംഹ എന്നാണ് അദ്ദേഹം സ്വീകരിച്ച ആദ്യത്തെ തൂലികാ നാമം. ഓക്കെ. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോറിന് സർ പദവി നൽകിയത് ആര്? ടാഗോർ അത് നിഷേധിച്ചത് എന്തിന്? രവീന്ദ്രനാഥ ടാഗോറിന് സർ പദവി നൽകിയത് ആര്? ടാഗോർ അത് നിഷേധിച്ചത് എന്തിന്? ഓക്കെ, ടാഗോർ ആ സർ പദവി നിഷേധിച്ചത് എന്തിന്? ഉത്തരം നോക്കൂ. ജോർജ് അഞ്ചാമനാണ് ടാഗോറിന് പ്രഭുസ്ഥാന സർ പദവി നൽകിയത്. ഓക്കെ, ജോർജ് അഞ്ചാമനാണ് ടാഗോറിന് സർ പദവി നൽകിയത്. ഇനിയൊരു ചോദ്യം കൂടിയുണ്ട്. ടാഗോർ അത് നിഷേധിച്ചത് എന്തിന്? അല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ എന്ത് ചെയ്തു? തൻ്റെ സർ പദവി തിരിച്ചു നൽകി, ദേശത്തോടുള്ള കൂറുകാട്ടി. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ സർ പദവി തിരിച്ചു നൽകിയത്. അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവെന്ന് അഭിസംബോധന ചെയ്തത് ആര്? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ആരാണ്? ഉത്തരം ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്?
ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി, മഹാത്മാ ഗാന്ധി. ഭാരതീയ ചിന്തകളുടെയും കലകളുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണത്തിനായി ടാഗോർ നിർമ്മിച്ചു നൽകിയ സംഭാവനകൾ. ഭാരതീയ ചിന്തകളുടെയും കലകളുടെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണത്തിനായി ടാഗോർ നിർമ്മിച്ചു നൽകിയ സംഭാവനകൾ. ശാന്തിനികേതനും വിശ്വഭാരതിയും. ടാഗോറിൻ്റെ ആത്മകഥയുടെ പേര് ജീവൻ സ്മൃതി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ ആത്മകഥകളും മറ്റൊരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. എക്സാമിന് മുന്നേ തന്നെ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ടാഗോറിൻ്റെ ആത്മകഥയുടെ പേര് ജീവൻ സ്മൃതി. എന്താണ്? ജീവൻ സ്മൃതി. അടുത്ത ക്വസ്റ്റ്യൻ, ടാഗോറിൻ്റെ ഓർമ്മയ്ക്കായി 1961 സത്യജിത് റേ നിർമ്മിച്ച ഡോക്യുമെൻ്ററി. ടാഗോറിൻ്റെ ഓർമ്മയ്ക്കായി 1961 സത്യജിത് റേ നിർമ്മിച്ച ഡോക്യുമെൻ്ററി. രവീന്ദ്രനാഥ ടാഗോർ എന്ന പേരിൽ തന്നെയാണ് ഡോക്യുമെൻ്ററി പുറത്തിറക്കിയത്. ആരാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചത്? സത്യജിത് റേ. ഓക്കെ, സത്യജിത് റേ. ഇത് ചോദ്യം നോക്കൂ. ചലനമറ്റവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? ചലനമറ്റവൻ, നിശ്ചലൻ. ചലനമറ്റവൻ, നിശ്ചലൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാത്രി എന്നർത്ഥം കിട്ടാത്ത പദം ഏത്? രാത്രി എന്നർത്ഥം കിട്ടാത്ത പദം. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗത്തുള്ള വാക്കുകളും അവയുടെ അർത്ഥവും പര്യായ പദവും കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ. നിശ, നിശീധിനി, രജനി, നിണം. നിശ, നിശീധിനി, രജനി, നിണം. ഈ തന്നിരിക്കുന്നതിൽ രാത്രി എന്നർത്ഥം വരാത്ത പദം ഏത് എന്നാണ്. ഏതാണ്? നിണം. നിണം എന്ന വാക്കിൻ്റെ അർത്ഥം രക്തം എന്നാണ്, അല്ലേ? രക്തം. നിണം, രുക്തം, ഇതൊക്കെ രക്തത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ നിശ, നിശീധിനി, രജനി ഇതൊക്കെ രാത്രിയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ. അടുത്ത 13ാമത്തെ ചോദ്യം, കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി ആരാ? ചെറുശ്ശേരി നമ്പൂതിരിപ്പാട്. ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും കലർപ്പില്ലാത്ത ശുദ്ധ നാടൻ ഭാഷയിൽ രചിക്കപ്പെട്ടതുമായ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും മക്കളെ. ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും കലർപ്പില്ലാത്ത ശുദ്ധ നാടൻ ഭാഷയിൽ രചിക്കപ്പെട്ടതുമായ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യം ഏതാണ്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ പ്രത്യേകതകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ. അടുത്ത ചോദ്യം, ആരുടെ ആജ്ഞ അനുസരിച്ചാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചതെന്നാണ് പറയപ്പെടുന്നത്? ആരുടെ ആജ്ഞ അനുസരിച്ചാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? കോലത്തുനാട്ടിലെ ഉദയവർമ്മൻ കോലത്തിരി രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച്. കോലത്തുനാട്ടിലെ ഉദയവർമ്മൻ കോലത്തിരി രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച്, അല്ലേ? കോലത്തിരി രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഇടത്തെ കോലത്തുനാട്ടിലെ ഉദയവർമ്മൻ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്, അല്ലേ? ആജ്ഞായാ കോലഭൂപസ്യ പ്രാജ്ഞാസ്യോ ഉദയവർമ്മണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുടർ ചോദ്യങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.